ഹലോ ചങ്ങന്മാരെ, നമ്മളെ മഞ്ചേരിത്തെ സൈറ്റായി എന്തായെന്ന് എല്ലാവരും ചോദിച്ചു. അപ്പോൾ അതാണ് ഇപ്പോൾ അതിലൊരു ഫൈനൽ ലുക്ക് വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തണം. കാരണം ഇപ്പോൾ അതിൻ്റെ കീ ഹാൻഡ് ഓവറിങ്ങും അതിൻ്റെ ഗണപതി ഹോമം ഒരു ക്യാരിക്കൂടുന്ന ചടങ്ങിൻ്റെ ഒരു വീഡിയോ വരാണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ ഈ വീഡിയോൻ്റെ എല്ലാവരും ചോദിച്ചിരുന്നു എന്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കീ ഹാൻഡ് ഓവറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉടനെ വരും. കാരണം ഒഴിവ് കിട്ടിയിരുന്നില്ല, ഒരുപാട് വർക്കുകൾ പെൻഡിങ്ങിന്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി വീഡിയോ ഇടൽ കുറച്ച് കുറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ ഫുള്ള് വിശേഷങ്ങളും അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. നമ്മൾ നേരെ കയറി ചെല്ലണ സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ 10 അടി നീളം 8 അടി വീതി. അങ്ങനെ നേരെ ബാക്കിലൊരു കോട്ടിയാണ്, അതിലൊരു ചെടി കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് കരുതുന്നുണ്ട്. നേരെ നമ്മൾ കയറി ചെല്ലണത് ഒരു ലിവിങ് സ്പേസ് ആണ്. 11-12 നല്ല അടിപൊളി ഒരു കസ്റ്റമറുടെ സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നേരെ നമ്മൾ കയറുന്നത് ഒരു ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിൽ തന്നെ നമ്മളൊരു മെറ്റലിൻ്റെ ചെയർ ചെയ്തിരിക്കണം, അതിൽ മഹാഗണിൻ്റെ മുട്ടൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് നേരെ ചോട്ടിലൊരു ബാഗിൻ്റെ പോലെ വാർത്തൊരു സ്ലൈഡിങ് വിൻഡോ കൊടുത്ത് സെറ്റാക്കി നമ്മളതിൽ ദീപാലയിൽ കറക്റ്റൊക്കെ സെറ്റ് ചെയ്തു. നമ്മളൊരു സെൽഫും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇൻറ്റീരിയർ ചെയ്തു. പിന്നെ ഇവിടെ തന്നെ ഒരു ഡ്രോയിങ്, ഒരു ചെറിയൊരു ഡ്രോയിങ്, നേരെ ബെഡ്റൂം, പിന്നെ നേരെ ബെഡ്റൂമൊക്കെയാണ്. ഈ ബെഡ്റൂം പറഞ്ഞാൽ 14-12 വലിയ കിങ് സൈസ് റൂമാണ്. അതിൽ നിന്ന് നമ്മൾ 8 അടി വീതിയിലും 6 അടി വീതിയിലും 8 അടി നീളത്തിലും നല്ലൊരു ടോയ്ലറ്റ് കൊടുത്തിരിക്കണം. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂമാണ്. അതിൽ എല്ലാ ഫെസിലിറ്റീസും ഹീറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം. പിന്നെ അവിടെ നേരെ ചെല്ലണത് കിച്ചണിലാണ്. കിച്ചൺ നമ്മളൊരു മിനി മോഡലാർ തീമാണ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം PVC പൈപ്പിൽ UPC ഷീറ്റൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നേരെ ഒരു വർക്ക് ഏരിയ. പിന്നെ വർക്ക് ഏരിയയിൽ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്തിട്ടാണ്. അവിടെ തന്നെ നേരെ ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിരിക്കുന്നത്. അത് വർക്ക് ഏരിയക്ക് ചാരിയിട്ടാണ്. ഇതും തന്നെ 10 അടി നീളം 5 അടി വീതിയുണ്ട്. അതിൽ നമ്മൾ ഓപ്പൺ കിച്ചൺ തീമിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു TV യൂണിറ്റൊക്കെ നമ്മളതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മളൊരു മെറ്റൽ സ്റ്റാർ കയറി ചെന്ന് കഴിഞ്ഞാൽ നേരെ ബാൽക്കണി ആയിട്ടില്ല, ഈ ലാൻഡിങ് സ്പേസും കൂട്ടിയിട്ടൊരു ചെറിയൊരു ബാൽക്കണി പോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അവിടെ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് സ്ലൈഡിങ് വിൻഡോ സെറ്റ് ചെയ്ത് അവിടെ നേരെ ഒരു ഓപ്പൺ ബാൽക്കണി. താഴത്തെ സീറ്റോട്ട് നേരെ ഒരു ഓപ്പൺ ബാൽക്കണി കയറി മുകളിലാണ് നമുക്ക് ഇതൊരു സീൻബലാണ്. മുകളിൽ നല്ല നമ്മളെ ലിവിങ്ങിൻ്റെ ആളുകൾ കണ്ട് നേരത്തെ റൂമാണിത്. അതും തന്നെ ഒരു 12-11 റൂമാണ്. ഒരു ചെറിയ റൂമാണ്. ഒരു കോമൺ ടോയ്ലറ്റ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 2 ബെഡ്റൂമിനായിട്ട് കോമൺ ടോയ്ലറ്റാണ്. 1270 സ്ക്വയർ ഫീറ്റ് വീടാണ്. അതിൽ 3 ബെഡ്റൂമാണ്. താഴെ 1, മേലെ 2, ഒരു ഓപ്പൺ ടെറസ്. ഇതാണ് ഓപ്പൺ ടെറസ്. ഓപ്പൺ ടെറസ് നമ്മൾ പ്രൊസറൊക്കെ ചെയ്ത് അതിലെല്ലാം നമ്മൾ വെട്ടസൈഡ് 2x4 ടൈല് ചെയ്തിരിക്കുന്നു. കാരണം ഒരു വാഷ് ബേസ് യൂണിറ്റും പിന്നെ ഒരു വാഷിംഗ് മെഷീനൊക്കെ ഇടാൻ ഒരു ചെറിയ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഇതിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 14 അടി വീതി 12 അടി നീളമല്ല ഈ റൂമിന് നമ്മൾ അലുമിനിയം UPC ഷീറ്റിൽ വാൾഡ്രോബും കാര്യങ്ങളും വിൻഡോ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല സീബ്ര ലൈനിൽ കർട്ടനൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു വീട്. അപ്പോൾ ഇതിൻ്റെ പ്ലാൻ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാനും ഇതിനെക്കുറിച്ചുള്ള 3D അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. അങ്ങനെ ഇതുപോലുള്ള വീടുകൾക്കും പ്ലാനുകൾക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.